ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 136 വാല്യം 3 കാഴ്ചവയ്പ് തിരുനാളിന് ഇടയന്മാരോടുകൂടെ ലാസറസിന്റെ ഭവനത്തിൽ. ലാസറസിന്റെ ഗംഭീരമായ വീട് സന്ധ്യയായപ്പോൾ വളരെ പ്രകാശത്തോടെ ശോഭിക്കുന്നു. അകത്തു കത്തിച്ചിട്ടുള്ള വിളക്കുകളുടെ ആധിക്യ നിമിത്തം വീടിന് തീ പിടിച്ചാലെന്ന പോലെ പ്രകാശം. ആ പ്രകാശം വെളിയിലേക്ക് വീശി പൂമുഖം, മുറ്റം, പൂന്തോട്ടം ഇവയെല്ലാം പ്രശോഭിപ്പിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന ചന്ദ്രന്റെ ശോഭയെ വെല്ലുന്ന വെളിച്ചമാണ് പൂമുഖത്തിനടുത്തുള്ള മുറ്റത്തും തോട്ടത്തിലും. അകലെയുള്ള ഭാഗങ്ങളെല്ലാം ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്നു. ആ പ്രദേശം മുഴുവൻ അലൗകികമായ വെള്ളി നൂൽ കൊണ്ട് മെനഞ്ഞ ഒരു മേലങ്കി കൊണ്ട് ആവൃതമായതുപോലെയുണ്ട്. ആകെ നിശബ്ദത. തോട്ടത്തിലെ മീൻകുളത്തിലുള്ള കുഴലിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന സ്വരം മാത്രമേ കേൾക്കാനുള്ളൂ. ചുറ്റുമുള്ള ചന്ദ്രികയുടെ സ്വർഗീയമായ ശാന്തതയെ അത് വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. എന്നാൽ വീടിനടുത്ത് ആളുകളുടെ സന്തോഷം തുളുമ്പുന്ന സംസാരത്തിന്റെയും മേശകൾ വിരിക്കുകയും പാത്രങ്ങൾ നിരത്തുകയും മറ്റും ചെയ്യുന്നതിന്റെ ബഹളത്തിന്റെയും ശബ്ദം കേൾക്കാം. മനുഷ്യൻ മനുഷ്യൻ തന്നെ, അരൂപിയല്ല എന്ന് ഇപ്പോൾ ഓർത്തു പോകുന്നു. മാർത്ത തിരക്കിട്ട് ഓടി നടക്കുന്നു. മനോഹരമായ ഉടുപ്പ്, ചുമപ്പും വയലറ്റും കലർന്ന നിറം. വിനയമുള്ള, വളരെ അയവുള്ള ആ വസ്ത്രത്തിൽ ഒരു പുഷ്പം പോലെ കാണപ്പെടുന്നു. ഒരു കിങ്ങിണിപ്പൂവ്, ഒരു ചിത്രശലഭം. പറന്നു നടക്കുന്ന ശലഭം നേരിയ ചുവപ്പും നീലയും കലർന്ന ഭിത്തികൾക്കെതിരെ പറന്നു നടക്കുന്നു. പൂമുഖവും വിരുന്നുശാലയും ഈ നിറത്തിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഭിത്തിയിലെല്ലാം ചെറിയ പൂക്കളും പെയിന്റ് ചെയ്തിരിക്കുന്നതിനാൽ പരവതാനി പോലെയുണ്ട്. ഈശോ തനിയെ മീൻകുളത്തിനരികെ നടക്കുകയാണ്. അടുത്തുള്ള ഒരു വലിയ ലോറൽ വൃക്ഷം ഉളവാക്കുന്ന നിഴലിൽ മുങ്ങിയും പിന്നീട് നിലാവിൽ ശോഭിച്ചും ആണ് നടപ്പ്. ചന്ദ്രികയ്ക്ക് തെളിമ കൂടിക്കൂടി വരുന്നു. മീൻകുളത്തിൽ വീഴുന്ന വെള്ളം വെള്ളിത്തണ്ട് പോലെയും പൊട്ടിച്ചിതറുന്ന വജ്രത്തരികൾ പോലെയും കാണപ്പെടുന്നു. വെള്ളി പോലെ ശോഭിക്കുന്ന ജലത്തിൽ അവ വീണു താണു പോകുന്നു. ഈശോ ആ വെള്ളം വീഴുന്നത് ശ്രദ്ധിക്കുന്നു. ജലം മന്ത്രിക്കുന്നതെന്താണെന്ന് ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. വെള്ളത്തിന്റെ മധുരമായ സംഗീതം ഒരു രാപ്പാടിയെ ഉണർത്തുന്നു. ആ പക്ഷി ഉത്തരമായി അതിന്റെ പാട്ട് പാടുന്നു. അല്പസമയം ശ്രദ്ധിക്കുന്നു. ജലത്തിന്റെ സ്വരത്തോട് ചേരുന്ന സ്വരമെടുക്കാൻ, എന്നിട്ട് അതിന്റെ മനോഹരമായ സന്തോഷരാഗം മെല്ലെ പാടുന്നു. ഈശോ നടപ്പ് നിർത്തി. ഇലയനങ്ങുന്ന ശബ്ദം നിമിത്തം രാപ്പാടി പേടിച്ചു പോകാതിരിക്കാൻ, അതിന്റെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ, തന്റെ തന്നെയും സന്തോഷത്തിന് കുറവ് വരാതിരിക്കാൻ. കാരണം തല കുനിച്ചു നടക്കുന്ന ഈശോ സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുന്നത് ഞാൻ കാണുന്നു. വളരെ മനോഹരമായി പാടിയ ആ പാട്ട് തീർന്നപ്പോൾ ഈശോ വിളിച്ചു പറയുന്നു, പരിശുദ്ധനായ പിതാവേ, ഇത്ര മഹത്തായ പൂർണ്ണതയ്ക്കും നീ എനിക്ക് തന്ന സന്തോഷത്തിനും വേണ്ടി നീ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അനന്തരം ഈശോ തുടർന്ന് നടക്കുകയാണ്. ആഴമായ ധ്യാനത്തിൽ മുഴുകി മെല്ലെ നടക്കുന്നു. എന്താണ് ധ്യാനിക്കുന്നതെന്ന് ഞാൻ വിസ്മയിക്കുകയാണ്. സൈമൺ ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, ഗുരുവേ, ലാസറസ് അങ്ങയെ വിളിക്കുന്നു. എല്ലാം തയ്യാറായി, നമുക്ക് പോകാം. അങ്ങനെ അവരുടെ സംശയം തീർക്കാം. മേരി നിമിത്തമാണ് ഞാൻ അങ്ങോട്ട് പോകാത്തതെന്നാണ് അവരുടെ അവസാനത്തെ സംശയം. ഓ, എന്തുമാത്രം കണ്ണീർ! ഗുരുവേ, നിന്റെ രഹസ്യമായ അത്ഭുതം മാത്രമാണ് അവരുടെ വേദനയ്ക്ക് അല്പം ശമനം നൽകിയത്. നീ അറിഞ്ഞോ, ലാസറസ് ഒളിച്ചോടാൻ ഒരുങ്ങിയതാണ്. കാരണം അവർ തിരിച്ചു ചെന്നപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. ആ ശവകുടീരത്തിൽ അവൾക്ക് താമസിക്കാൻ പറ്റുകയില്ലെന്നും സന്തോഷമായി ജീവിക്കാൻ അവൾ പോകുകയാണെന്നും മറ്റും കഠിന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. മാർത്തയും ഞാനും അവനോട് കേണപേക്ഷിച്ചു, പോകരുതേ എന്ന്. ഒരാളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. അവളെ അവൻ കണ്ടിരുന്നെങ്കിൽ ഇനി തിരിച്ചു വരാത്ത വിധം അവളെ വകവരുത്തുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെക്കുറിച്ച് അവൾ മൗനം പാലിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുന്നു.
അവൾക്കു വേണ്ടി ഉടനടി ഒരത്ഭുതം പ്രവർത്തിക്കുന്നതും അവർക്ക് ഇഷ്ടമായിരിക്കും. എനിക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ നിർബന്ധത്താലുള്ള പുനരുത്ഥാനമല്ല ഹൃദയങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മരണത്തെ ഞാൻ ബലം പ്രയോഗിച്ച് മാറ്റുന്നു. അതിന്റെ ഇരകളെയെല്ലാം അപ്പോൾ അതെനിക്ക് തിരിച്ചു തരും. കാരണം ഞാൻ ജീവന്റെയും മരണത്തിന്റെയും അധിപനാണ്. എന്നാൽ അരൂപിയുടെ പുനരുജ്ജീവനം ഞാൻ നിർബന്ധിച്ചു വരുത്തുകയില്ല. കാരണം അരൂപി അമർത്യമാണ്. സ്വന്തം മനസ്സാലെ ഉയരുവാൻ അതിന് കഴിയും. അരൂപികൾ പദാർത്ഥപരമല്ല. എന്നാൽ ജഡത്തിന് ആത്മാവില്ലെങ്കിൽ ജീവനില്ലാത്തതാണ്. ഞാൻ ഒന്ന് വിളിക്കും, ആദ്യത്തെ വിളി, ആദ്യത്തെ സഹായവും ചെയ്യും. എന്നിട്ട് കാത്തിരിക്കും. ജീവനുള്ള മനുഷ്യനെ കുഴിച്ചിട്ടിരിക്കുന്ന ശവകുടീരം തുറക്കുന്നത് പോലെയാണത്. വായുവും വെള്ളവുമില്ലാതെ കുറെ സമയം അതിനുള്ളിൽ കിടന്നാൽ അയാൾ മരിച്ചു പോകും. ഞാൻ വായുവും വെള്ളവും അതിലേക്ക് കടത്തിവിട്ട് കാത്തിരിക്കുന്നു. പുറത്തിറങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാവ് പുറത്തിറങ്ങി വരുന്നു. അതിന് വരാൻ ആഗ്രഹമില്ലെങ്കിൽ അന്ധകാരം കൂടിക്കൂടി വന്ന് അതിന്റെ അഗാധത്തിലേക്ക് ആത്മാവ് താഴുന്നു. എന്നാൽ അത് പുറത്തു വരികയാണെങ്കിൽ ഞാൻ തറപ്പിച്ചു പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ഒരു അരൂപിയേക്കാൾ വലുതായി ഒരുത്തരുമുണ്ടാകയില്ല. മരിച്ചിട്ട് ദൈവത്തിന്റെ ആനന്ദമായി സ്നേഹത്തിന്റെ ശക്തിയാൽ വീണ്ടും ജീവിക്കുന്ന ഒരാളേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഏക വ്യക്തി പരിപൂർണമായി നിഷ്കളങ്കനായ ഒരുവനാണ്. എന്റെ ഏറ്റവും വലിയ വിജയങ്ങൾ അവരാണ്. സൈമൺ, ആകാശത്തിലേക്ക് നോക്കൂ. അവിടെ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, ഇല്ലേ? ചെറിയ നക്ഷത്രങ്ങളുണ്ട്, പല വലിപ്പത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം ജീവിക്കുന്നു, പ്രകാശിക്കുന്നു. അവയെ സൃഷ്ടിച്ച ദൈവത്തിനും അവയെ പ്രകാശമാനമാക്കുന്ന സൂര്യനും വേണ്ടിയാണവർ ജീവിക്കുന്നത്. എന്നാൽ അവയുടെ വലിപ്പവും പ്രകാശവും തുല്യമല്ല. എന്റെ സ്വർഗത്തിലും അതുപോലെയായിരിക്കും. രക്ഷ പ്രാപിച്ച എല്ലാവർക്കും ഞാൻ നിമിത്തം ജീവനുണ്ടായിരിക്കും. എന്റെ പ്രകാശത്തിൽ നിന്ന് അവർക്ക് പ്രകാശവും ലഭിക്കും. എന്നാൽ അവരെല്ലാവരും തുല്യപ്രഭയുള്ളവരോ ശ്രേഷ്ഠതയിൽ ഒരുപോലെയോ ആയിരിക്കയില്ല. ചിലർ നക്ഷത്രധൂളിയായിരിക്കും. ധവളമായ ആകാശഗംഗയെ ഉണ്ടാക്കിയിരിക്കുന്നത് അവരെ കൊണ്ടാണ്. എണ്ണമില്ലാത്ത വിധം അത്രയധികം പേർ ഈ ഗണത്തിൽപ്പെടും. നിത്യനാശമുണ്ടാകാതിരിക്കാൻ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് എടുത്തിട്ടുള്ളവർ ദൈവത്തിന്റെ കാരുണ്യത്താൽ വളരെ ദീർഘമായ ശുദ്ധീകരണ സ്ഥല വാസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വരും. വേറെ ചിലർ കൂടുതൽ പ്രകാശമുള്ളവരും മെച്ചമായ രൂപം ലഭിച്ചവരുമായിരിക്കും. ഇവർ നീതിമാന്മാരാണ്. അവരുടെ മനസ്സിനെ ക്രിസ്തുവിന്റെ മനസ്സിനോട് യോജിപ്പിച്ച് ക്രിസ്തുവിന്റെ വാക്കുകൾ അനുസരിച്ചവരാണ്. ഇനിയുമുള്ള ഗണം ഗ്രഹങ്ങളാണ്. സന്മനസ്സുള്ളവരാണിവർ. അവരാണ് ഏറ്റവും പ്രകാശമുള്ളവർ. ശുദ്ധ വജ്രം പോലെയോ ചെമപ്പ് നിറമുള്ള മാണിക്യം പോലെയോ നല്ല വെണ്മയുള്ള ഇന്ദ്രനീലം പോലെയോ സ്വർണ്ണ നിറമുള്ള പുഷ്യരാഗം പോലെയോ നല്ല വെണ്മയുള്ള മുത്തുപോലെയോ വിവിധ വർണ്ണങ്ങളിൽ അവർ പ്രകാശിക്കും. സ്നേഹത്തിനായി അനുതപിച്ച് മാനസാന്തരപ്പെട്ടവർ, സ്നേഹത്തിനായി കർമ്മനിരതരായവർ, സ്നേഹത്തിനായി പാപം ചെയ്യാതെ ജീവിച്ച നിർമ്മലരായവർ, ഇവരെല്ലാമാണ് ഈ ഗണത്തിൽ പെടുന്നത്. ഈ ഗ്രഹങ്ങളിൽ ചിലത് രക്ഷകന്റെ അഭിമാനങ്ങളായിരിക്കും. വിലയേറിയ വിവിധ രത്നങ്ങൾ പോലെ ഇവർ പ്രകാശിക്കും. ഈ ഗണത്തിൽപ്പെട്ടവർ സ്നേഹത്തിനായി എല്ലാമായി തീർന്നവരാണ്. വീരോചിതമായി സ്നേഹിച്ച് എല്ലാം ചെയ്തവരാണവർ. നേരത്തെ സ്നേഹിക്കാതിരുന്നത് തന്നോട് തന്നെ ക്ഷമിക്കുന്നവർ, പരിഹാര പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞവർ, അത്രയധികം മാനസാന്തരത്തിലേക്ക് വന്നവർ. അഹസ്വേരോസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് സുഗന്ധ തൈലം കൊണ്ട് എസ്തേർ സ്വയം പൂശി പരിമളപൂരിതമായതുപോലെയാണവർ. പാപത്തിൽ ജീവിച്ച അനേക വർഷങ്ങളിൽ ചെയ്യാതെ നഷ്ടപ്പെടുത്തിയവ അല്പസമയത്തിനുള്ളിൽ ചെയ്യുന്നതിനായി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവർ. തങ്ങളുടെ ആത്മാക്കളിലും ചിന്തകളിലും മാത്രമല്ല, ശരീരത്തിലും ഇന്ദ്രിയപരമായ കാര്യങ്ങളെല്ലാം വിസ്മരിക്കത്തക്ക വിധം അത്രയധികം വീരോചിതമായ വിശുദ്ധിയിലെത്തിയവർ.
വിവിധ വർണ്ണങ്ങളിലുള്ള അവരുടെ ശോഭയാൽ എല്ലാവരെയും അവർ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. വിശ്വാസികളായവർ, നിർമ്മലരായവർ, അനുതാപത്തിലേക്ക് വന്നവർ, രക്തസാക്ഷിത്വം വരിച്ചവർ, താപസികൾ, പാപികൾ, ഇങ്ങനെ എല്ലാ ഗണങ്ങളിലും ഉൾപ്പെടുന്ന ആളുകൾക്ക് ലഭിച്ച അവരുടെ ഒരു വാക്ക്, ഒരു മറുപടി, ഒരു ക്ഷണം, ഒരു ധൈര്യപ്പെടുത്തൽ, ഇവയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശമായി മാറുന്നത്. എന്നാൽ നമുക്ക് പോകാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവർ നമ്മെ കാത്തിരിക്കുകയാണല്ലോ. കാര്യം ഇതാണ്, നീ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ജീവിക്കുന്നവരാണെന്ന കാര്യം പോലും ഞങ്ങൾ മറന്നു പോകുന്നു. ഇപ്പറഞ്ഞതെല്ലാം ഞാൻ ലാസറസിനോട് പറയട്ടെ. എനിക്ക് തോന്നുന്നത് ഒരു വാഗ്ദാനം അതിലടങ്ങിയിട്ടുണ്ടെന്നാണ്. നീ പറയുക തന്നെ വേണം. ഒരു സ്നേഹിതന്റെ വാക്ക് അവരുടെ മുറിവിന് ആശ്വാസം നൽകും. അപ്പോൾ എന്റെ അടുത്ത് വിഷമം കാണിച്ചല്ലോ എന്നോർത്ത് മനപ്രയാസമുണ്ടാകുകയില്ല. മാർത്ത ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? ഞാൻ സൈമണോട് നക്ഷത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ ദീപങ്ങളുടെ കാര്യം ഞങ്ങൾ അങ്ങ് മറന്നുപോയി. നിങ്ങളുടെ വീട് ഈ രാത്രിയിൽ ശരിക്കും ആകാശത്തിന്റെ തട്ടുപോലെയുണ്ട്. ഞങ്ങൾ ഇന്ന് ദീപങ്ങൾ കൊളുത്തിയിരിക്കുന്നത് ഞങ്ങൾക്കും ഭൃത്യർക്കും വേണ്ടി മാത്രമല്ല, നിനക്കും ശിഷ്യന്മാർക്കും വേണ്ടി കൂടിയാണ്. ഇന്ന് അവസാന രാത്രിയിൽ നീ വന്നതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഇത് വാസ്തവത്തിൽ ശുദ്ധീകരണ തിരുനാളാണ്. മാർത്തായ്ക്ക് കുറെ കൂടെ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന് ശങ്കിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഡസൻ കണക്കിന് വെള്ളി ദീപങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഹാളിലേക്ക് ഈശോ പ്രവേശിച്ച് പറയുന്നു. ലാസറസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മുന്നോട്ട് വന്ന് പറയുന്നു, ഗുരുവേ, സമാധാനവും അനുഗ്രഹവും നിനക്കുണ്ടാകട്ടെ. അനേക വർഷം പരിശുദ്ധമായ സന്തോഷവും ഉണ്ടാകട്ടെ. അവർ പരസ്പരം ചുംബിക്കുന്നു. നമ്മുടെ ചില സ്നേഹിതർ എന്നോട് പറഞ്ഞു, നീ ജനിച്ചതും വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേം മുഴുവൻ ദീപങ്ങൾ കത്തിജ്വലിച്ചിരുന്ന ഒരു ശുദ്ധീകരണ തിരുനാളിലാണെന്ന്. ഈ രാത്രിയിൽ നീ ഇവിടെ ആയിരിക്കുന്നത് അവർക്കും ഞങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്നു. ആരാണ് ഈ സ്നേഹിതർ എന്ന് നിനക്കറിയേണ്ടയോ? എനിക്ക് എന്റെ ശിഷ്യരല്ലാതെ വേറെ സ്നേഹിതരില്ല. ബെഥനിയിലെ പ്രിയപ്പെട്ടവരും ഇടയന്മാരും. അപ്പോൾ ഇടയന്മാരായിരിക്കണം. അവർ വന്നോ? എന്തിനാണ് അവർ വന്നത്? ഞങ്ങളുടെ രക്ഷകനായ നിന്നെ ആരാധിക്കാൻ ജോനാഥൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിയാനിടയായത്. ഞങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെല്ലാം ലാസറസിന്റെ ആലകളിലും ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം ഇപ്പോഴും എപ്പോഴും നിന്റെ വിശുദ്ധമായ പാദങ്ങളിലും. അവന്റെ പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഏലിയാസ്, ലേവി, ജോസഫ്, ജോനാഥാൻ എന്നിവരുടെ പേരിൽ ഐസക്കാണ് പറഞ്ഞത്. യജമാനന്റെ പ്രിയപ്പെട്ട നടത്തിപ്പുകാരൻ ജോനാഥാൻ ഇളം നിറമുള്ള ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. അതിൽ വെള്ളം ഒട്ടും പിടിക്കയില്ല. ഒരിക്കലും ക്ഷീണിതനാകാത്ത തീർത്ഥാടകന് യോജിച്ച വസ്ത്രം. ലേവിയും ജോസഫും ഏലിയാസും പുതിയ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ആടിന്റെ മണമുള്ള അവരുടെ കീറ വസ്ത്രങ്ങൾ മാറ്റി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. വിരുന്നിനിരിക്കാൻ ലാസറസ് അവർക്ക് നൽകിയ വസ്ത്രങ്ങൾ. അതിനാണോ എന്നെ നീ തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചത്? ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്റെ സന്തോഷം പൂർണ്ണമാകുന്നതിന് അമ്മയുടെ അസാന്നിധ്യം മാത്രമേ കുറവുള്ളൂ. എല്ലാവരും എഴുന്നേൽക്കൂ. അമ്മയിൽ നിന്നകന്ന് ജന്മദിനം കൊണ്ടാടുന്നത് ഇതാദ്യമായിട്ടാണ്. എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം മൂലം അമ്മയുടെ ചുംബനങ്ങൾ കിട്ടാത്തതിലുള്ള ദുഃഖം ഞാൻ അറിയുന്നില്ല. അവരെല്ലാവരും ഭക്ഷണശാലയിലേക്ക് പോകുന്നു. അവിടെയുള്ള ദീപങ്ങൾ സ്വർണ്ണ ദീപങ്ങളാണ്. ജ്വാലയുടെ പ്രകാശത്തിൽ ലോഹം കൂടുതൽ വെട്ടിത്തിളങ്ങുന്നു. ലോഹത്തിന്റെ തിളക്കത്തിൽ ജ്വാലകൾ കൂടുതൽ സജീവമായിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ യു എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് വിരുന്നുമേശ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ഥലം ഒട്ടും നഷ്ടമാകാതെ കൂടുതൽ ആളുകളെ ഇരുത്താനും ശുശ്രൂഷികൾക്ക്, പ്രത്യേകിച്ച് ഇറച്ചി മുറിച്ച് വിളമ്പുന്നവർക്ക് വളരെ സൗകര്യമാകാനും ഈ ക്രമീകരണം ഉതകുന്നു. ലാസറസ്, അപ്പസ്തോലന്മാർ, ഇടയന്മാർ, മാക്സിമിനോസ്, സൈമന്റെ വൃത്തനായ ഭൃത്യൻ
ഇത്രയും പേരാണ് വിരുന്നിനിരിക്കുന്നത്. മാർത്ത ഓരോരുത്തർക്കും സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നു. അവൾ നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഈശോ അത് സമ്മതിക്കുന്നില്ല. ഇന്ന് നീ സത്രം സൂക്ഷിപ്പുകാരിയല്ല, നീ പെങ്ങളാണ്. നിന്റെ സ്വന്തം രക്തം എന്ന പോലെ ഇന്ന് നീ ഇരിക്കണം. നമ്മൾ ഒരു കുടുംബമാണ്. സ്നേഹത്തിന് വഴി കൊടുക്കാൻ നിയമങ്ങളൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാം. നീ ഇവിടെ എന്റെ അടുത്തിരിക്കണം. ജോൺ നിന്റെ അടുത്തിരിക്കും. ലാസറസും എന്റെ കൂടെ ഇരിക്കും. എന്നാൽ എനിക്ക് ഒരു ദീപം തരൂ. എന്റെയും മാർത്തയുടെയും ഇടയ്ക്ക് കത്തിക്കാൻ ഒരു വിളക്ക് വേണം, ഒരു ജ്വാല. ഇവിടെ ഇല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി, എന്നാൽ ഉള്ളവർക്ക് വേണ്ടി, സ്നേഹിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി, നമ്മൾ കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർ വിദൂരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി, അവർക്കെല്ലാവർക്കും വേണ്ടി. ജ്വാല ഉച്ചരിക്കുന്നത് പ്രകാശത്തിന്റെ വാക്കുകളാണ്. സ്നേഹം ഉച്ചരിക്കുന്നത് ഊഷ്മളതയുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ വളരെ ദൂരം സഞ്ചരിക്കും. പദാർത്ഥപരമല്ലാത്ത അരൂപിയുടെ തിരമാലകളിൽ പർവ്വതങ്ങൾക്കും കടലുകൾക്കും അപ്പുറം അവ എത്തുന്നു. അവ ചുംബനങ്ങളും ആശിസ്സുകളും ആവഹിക്കുന്നു. അവ എല്ലാം ആവഹിക്കുന്നു. അല്ലേ, അങ്ങനെയല്ലേ? മാർത്ത ദീപം ഈശോ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒഴിവായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ കുനിഞ്ഞ് ഈശോയുടെ കരം ചുംബിക്കുന്നു. അപ്പോൾ ഈശോ അവളുടെ കറുത്ത മുടിയുടെ മുകളിൽ കൈവച്ച് അവളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ആരംഭിക്കുകയാണ്. ഇടയന്മാർ 3 പേർക്കും ആദ്യം വലിയ സംഭ്രമമാണ്. ഐസക്കിന് അത്രയും വിഷമമില്ല. ജോനാഥൻ ഒരു പ്രയാസവും കാണിക്കുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇടയന്മാർക്ക് ഭയം മാറി. ഇതുവരെ ഒന്നും ഉരിയാടാതിരുന്നവർ അല്പം സംസാരിക്കാൻ തുടങ്ങി. എന്തിനെക്കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്? അവരുടെ മായാത്ത ഓർമ്മകളെക്കുറിച്ച്. ലേവി പറയുന്നു, ഞങ്ങൾ ആലയിലേക്ക് വന്നിട്ട് അധിക സമയമായിരുന്നില്ല. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാതെ എന്റെ അമ്മയെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അല്പം ചൂടിനു വേണ്ടി ആടുകളുടെ ഇടയിലേക്ക് ഞാൻ പോയി. എന്നാൽ അധിക സമയമായില്ല. വഴിയിൽ വച്ച് കണ്ട ആ ചെറുപ്പക്കാരിയായ അമ്മയെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നു. അവൾക്ക് സ്ഥലം കിട്ടിക്കാണുമോ? അവൾ തൊഴുത്തിലാണെന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ആലയിലേക്ക് കൂട്ടുമായിരുന്നു. എന്നാൽ അവൾ എത്ര കാരുണ്യമുള്ളവളാണ്. നമ്മുടെ താഴ്വരയിലെ ഒരു ലില്ലിപുഷ്പം. ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുക എന്ന് അവളോട് പറയുന്നത് ഒരു ബഹുമാനക്കുറവായിരിക്കുമെന്ന് ഞാൻ ശങ്കിച്ചു. എന്നാലും ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവൾ എത്രയധികം സഹിക്കുന്നുണ്ടായിരിക്കണം എന്നോർത്തപ്പോൾ എനിക്ക് കൂടുതൽ തണുപ്പ് തോന്നി. ആ രാത്രിയിലെ പ്രകാശവും നിന്റെ പേടിയും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഓ, ആ മാലാഖ! ലേവി ഓർമ്മകളിൽ മുങ്ങിയുണർന്ന് പുഞ്ചിരി തൂകുന്നു. ഓ സ്നേഹിതരെ, ഒരു നിമിഷം ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. അറിയുന്നത് തന്നെയും അത്ര ശരിയല്ല. ഞങ്ങൾ മാലാഖമാർ, തൊഴുത്ത്, ആട്ടിൻപറ്റങ്ങൾ, ബെത്ലഹേം എന്നെല്ലാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവൻ ഗലീലിയനാണെന്നും ആശാരിയാണെന്നും അറിയാം. ഞങ്ങൾ അറിയാതിരിക്കുന്നത് ശരിയല്ല. തെളിവെള്ളത്തിൽ വച്ച് ഞാൻ ഗുരുവിനോട് ചോദിച്ചു. എന്നാൽ അപ്പോൾ വേറെ എന്തോ സംസാരിച്ച് വിഷയം മാറിപ്പോയി. ഈ യുവാവിന് എല്ലാം അറിയാം. അവൻ ഒരു കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ നിന്നോടാണ്, സബദിയുടെ പുത്രൻ ജോണിനോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണോ മുതിർന്നവരെ നീ ബഹുമാനിക്കുന്നത്? നീ എല്ലാം നിനക്ക് മാത്രമായി സൂക്ഷിച്ച് എന്നെ വിഡ്ഢിയായ ശിഷ്യനാക്കുകയാണ്. ഞാൻ എന്റെ സ്വന്തം നിലയിൽ തന്നെ ഒരു മഠയനല്ലേ? പത്രോസിന്റെ ആത്മാർത്ഥമായ ഈ ദേഷ്യം കണ്ട് എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് ഈശോയോട് പറയുന്നു, അവരെല്ലാം ചിരിക്കുകയാണ്, എന്നാൽ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അനന്തരം ബർത്തലോമിയോ, ഫിലിപ്പ്, മാത്യു, തോമസ്, ജെയിംസ്, ആൻഡ്രൂ ഇവരോട് പറയുന്നു, വരൂ, നിങ്ങളും പറയൂ, എന്റെ കൂടെ പ്രതിഷേധം അറിയിക്കൂ. എന്തുകൊണ്ടാണ് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തത്? വാസ്തവം, യോന മരിക്കുന്ന അവസരത്തിൽ നീ എവിടെയായിരുന്നു? ഞങ്ങൾ ലെബനോനിലായിരുന്നപ്പോൾ നീ എവിടെയായിരുന്നു? നീ പറഞ്ഞത് ശരിയാ. യോനയുടെ കാര്യം പറഞ്ഞാൽ
ഞാൻ വിചാരിച്ചത് മരിക്കുന്ന ഒരു മനുഷ്യൻ പിച്ചും പേയും പറഞ്ഞതാണെന്നാ. ഞാനെങ്കിലും അങ്ങനെയാണ് ചിന്തിച്ചത്. ലെബനോനിലാണെങ്കിൽ എനിക്കാകെ ക്ഷീണവും ഉറക്കവുമായിരുന്നു. ഗുരുവേ, എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ സത്യം ഇതാണ്. അനേകരെ സംബന്ധിച്ചും ഇതായിരിക്കും സത്യം. സുവിശേഷവൽക്കരണത്തിലേക്ക് വന്നിട്ടുള്ളവരുടെ ലോകം നീ പറഞ്ഞത് തന്നെയായിരിക്കും. നിത്യനായ വിധിയാളനോട് പറയുന്ന മറുപടി. ഞാൻ ഓർത്തു, അതും പിച്ചും പേയും പറച്ചിലാണെന്ന്. എനിക്ക് ക്ഷീണവും ഉറക്കവുമായിരുന്നു. എന്റെ അപ്പസ്തോലന്മാർ അവരെ വേണ്ടതെല്ലാം പഠിപ്പിച്ചതാണെങ്കിലും തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ. അവർ പലപ്പോഴും സത്യത്തെ അംഗീകരിക്കയില്ല. പിച്ചും പേയും പറച്ചിലായി സത്യത്തെ തെറ്റിദ്ധരിക്കും. സത്യം അവർ ഓർത്തിരിക്കയില്ല. കാരണം അവർക്ക് ഉറക്കവും ക്ഷീണവുമാണ്. ഉപകാരമില്ലാത്തതും ക്ഷണികവും പാപങ്ങളായിട്ടുള്ളവയും ധാരാളമായി ചെയ്യുന്നതിന്റെ ക്ഷീണം. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, ദൈവത്തെ അറിയുക എന്നത് മാത്രം. കൊള്ളാം, ഞങ്ങൾ അർഹിക്കുന്നത് നീ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്ന് പറയൂ, എന്താണ് നിന്റെ ജനനത്തിൽ സംഭവിച്ചതെന്ന് നിന്റെ പത്രോസിനോട് പറയൂ. അപ്പോൾ ഞാൻ ജനങ്ങളോട് പറയും. അല്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് പറയും? ഇത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. പ്രവചനങ്ങളും പുസ്തകവും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഭാവി, ഓ ഞാൻ സാധു, ഞാൻ എന്തു സുവിശേഷവൽക്കരണമാണ് ചെയ്യുക? അതെ ഗുരുവേ, ഞങ്ങളും കൂടെ അറിയട്ടെ. നീ രക്ഷകനാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നന്മ നസ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തന്നെ നിന്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ബർത്തലോമിയോ ചോദിക്കുന്നു. നിന്റെ വിശ്വാസത്തെയും അരൂപിയുടെ തെളിമയെയും പരീക്ഷിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അല്ല, ഞങ്ങൾ എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഇടയന്മാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അവർ കണ്ടത് അവർ പറയും. അപ്പോൾ ക്രിസ്തുവിന്റെ ഉദയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും. ശ്രദ്ധിച്ചു കേൾക്കൂ. അനുഗ്രഹത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്റെ കന്യകയെ ഒരുക്കി. സാത്താൻ അവന്റെ മായാത്ത അടയാളം ഇട്ടിരിക്കുന്നിടത്ത് ദൈവത്തിന് വസിക്കാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുമല്ലോ. അതിനാൽ കളങ്കലേശമില്ലാത്ത തന്റെ ഭാവി പേടകത്തെ ഒരുക്കാൻ ശക്തനായവൻ പ്രവർത്തിച്ചു. അങ്ങനെ അവൾ ഒരു കറയുമില്ലാത്തവൾ ഗർഭം ധരിച്ചു. അവളുടെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അവരുടെ വാർദ്ധക്യത്തിൽ സന്താനോൽപാദനത്തിന്റെ സാധാരണ പ്രകൃതി നിയമങ്ങൾക്കെല്ലാം അപവാദമായിട്ടാണ് അവളെ ഗർഭം ധരിച്ചത്. മാംസത്തിന്റെ ആ ബീജത്തിലേക്ക് എന്റെ വല്യമ്മ അഹറോന്റെ വംശത്തിൽപ്പെട്ട അന്നയുടെ വാർദ്ധക്യത്തിൽ അവളുടെ ഗർഭപാത്രത്തെ സജീവമാക്കിയ ആ മാംസത്തിലേക്ക് അവളുടെ ആത്മാവിനെ കൊണ്ടുവന്നതാരാണ്? ലേവി, എല്ലാ ദൗത്യങ്ങളും കൊണ്ടുവന്ന ആ മുഖ്യദൂതനെ നീ കണ്ടു. അവനാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ദൈവത്തിന്റെ ശക്തി എപ്പോഴും വിജയിക്കുന്ന ആ മുഖ്യദൂതനായിരുന്നു. അവനാണ് സന്തോഷത്തിന്റെ ദൗത്യം വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും നൽകിയിരുന്നത്. സാത്താന്റെ വലിയ ശക്തിയെ തകർത്ത അജയ്യനായ യുദ്ധവീരനാണവൻ. വാടിത്തളർന്ന ഒരു പായൽ തണ്ട് പോലെ സാത്താന്റെ ശക്തിയെ ശിഥിലമാക്കിയവൻ. ബുദ്ധിയുള്ള എന്നാൽ ദുഷ്ടരായ അരൂപികളുടെ കെണികളെ സാമർത്ഥ്യത്തോടെ അതിബുദ്ധിയോടെ തകർത്ത് ദൈവകൽപ്പനകളെ ഉത്സാഹപൂർവം നടപ്പിലാക്കാനിടയാക്കുന്നവൻ. അറിയിപ്പുകാരൻ ഭൂമിയിലെ രീതികളുമായി പരിചയമുള്ളവനാണ്. കാരണം പ്രവാചകന്മാരോട് സംസാരിക്കുവാൻ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവൻ സന്തോഷത്തിന്റെ ഒരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ദൈവികാജ്ഞയിൽ നിന്ന് ഒരു പൊരി എടുത്തു. അതാണ് കന്യകയുടെ ആത്മാവ്. അതിനെ തന്റെ സ്നേഹാഗ്നി ജ്വാലകളിൽ പൊതിഞ്ഞു പിടിച്ച് ഭൂമിയിലേക്ക്
ഒരു വീട്ടിലേക്ക്, ഒരു ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുവന്നു. ആ നിമിഷം മുതൽ ലോകത്തിന് ആരാധിക്കുന്ന കന്യകയെ ലഭിച്ചു. ആ നിമിഷം മുതൽ അറപ്പുകൂടാതെ ദൈവത്തിന് നോക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഭൂമിയിൽ ഉണ്ടായി. ഒരു ചെറിയ ശിശു ജനിച്ചു. ദൈവത്തിനും ദൈവത്തിന്റെ ദൂതന്മാർക്കും പ്രിയപ്പെട്ട കുഞ്ഞ്. മാതാപിതാക്കൾ ഭക്തിപൂർവ്വം സ്നേഹിച്ചിരുന്ന പുത്രി. ആബേൽ ദൈവത്തിന്റെ ആടുകളിൽ കടിഞ്ഞൂൽ ഫലത്തെ ദൈവത്തിന് സമർപ്പിച്ചു. വാസ്തവത്തിൽ നിത്യനായ ആബേലിന്റെ വല്യപ്പനും തങ്ങളുടെ പുരയിടത്തിലെ ആദ്യ ഫലങ്ങൾ ദൈവത്തിന് നൽകി. അവൻ മരിച്ചത് ദൈവം അവർക്ക് കൊടുത്തതെല്ലാം തിരിച്ച് ദൈവത്തിന് കൊടുത്തുകൊണ്ടാണ്. എന്റെ അമ്മ 3 വയസ്സ് മുതൽ 15-ാമത്തെ വയസ്സുവരെ ദൈവാലയത്തിലെ കന്യകയായിരുന്നു. അവളുടെ സ്നേഹത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിന്റെ വരവിനെ അവൾ ത്വരിതപ്പെടുത്തി. ഗർഭസ്ഥിതയാകുന്നതിന് മുമ്പ് കന്യക, ഗർഭത്തിൽ മറയ്ക്കപ്പെട്ടിരുന്നപ്പോൾ കന്യക, കരച്ചിൽ മാത്രം വശമായിരുന്ന കൈക്കുഞ്ഞായിരുന്നപ്പോൾ കന്യക, ആദ്യ ചുവടുകൾ വച്ച് നടക്കാൻ പഠിക്കുമ്പോൾ കന്യക. അവൾ ദൈവത്തിന്റെ കന്യകയായിരുന്നു. ദൈവത്തിന്റെ മാത്രം കന്യകയായിരുന്നു. അവളുടെ അവകാശം അവൾ പ്രഖ്യാപിച്ചു. അത് ഇസ്രായേൽ നിയമത്തിന്റെ കൽപ്പനകൾക്ക് ഉപരിയായിട്ടുള്ളതാകുന്നു. വിവാഹത്തിന് ശേഷവും കന്യകയായി ജീവിക്കുന്നതിനുള്ള സമ്മതം ദൈവം അവൾക്ക് നൽകിയ ഭർത്താവിൽ നിന്നും നേടി. നസ്രസിലെ ജോസഫ് നീതിമാനായിരുന്നു. ദൈവത്തിന്റെ ലില്ലി പുഷ്പത്തെ അവന് മാത്രമേ കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിന് യോഗ്യതയുള്ള ഏക വ്യക്തി ജോസഫ് ആയിരുന്നു. ആത്മാവിലും ശരീരത്തിലും ദൈവദൂതനായിരുന്ന അവൻ ദൈവദൂതന്മാർ സ്നേഹിക്കുന്നത് പോലെയാണ് സ്നേഹിച്ചത്. കർത്താവിന്റെ പേടകത്തെ ചുറ്റിയുള്ള ദൈവിക അഗ്നിയുടെ മറയെ ഭേദിക്കാതെ സ്നേഹിച്ച ആ വൈവാഹിക സ്നേഹത്തിന്റെ ആഴം ഭൂമിയിൽ വളരെ കുറച്ചുപേർ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. നീതിമാനായ ഒരു മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ കഴിവുണ്ട് എന്നതിന് ഒരു തെളിവാണത്. കാരണം ഉത്ഭവ പാപത്താൽ വന്ന ക്ഷതമേറ്റിട്ടുണ്ടെങ്കിലും ആത്മാവിന് ഉയരാനുള്ള വലിയ ശക്തിയുണ്ട്. ദൈവത്തിന്റെ പുത്രർ എന്നുള്ളത് അനുസ്മരിച്ചുകൊണ്ട് ആ ഔന്നത്യത്തിലേക്ക് തിരിച്ചു പോകാനും പിതാവായ ദൈവത്തിനായി ദൈവികമായ വിധം പ്രവർത്തിക്കുവാനും അതിന് കഴിയും. മേരി ജോസഫിനോടുള്ള വിവാഹം കാത്ത് അവളുടെ വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ദൈവികമായ ദൗത്യങ്ങളുടെ ദൂതൻ ഗബ്രിയേൽ ഭൂമിയിലേക്ക് വന്ന് കന്യകയോട് ഒരമ്മയാകാൻ ആവശ്യപ്പെട്ടു. മുന്നോടിയാകാനുള്ളവന്റെ ജനനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം സക്കറിയാസിനോട് ഈ ദൂതൻ അറിയിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ സക്കറിയാസ് അത് വിശ്വസിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കന്യക വിശ്വസിച്ചു. അപ്രകാരം സംഭവിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിശ്രേഷ്ഠമായ അവളുടെ അജ്ഞതയിൽ അവൾ ഇത്രമാത്രം ചോദിച്ചു, അതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ദൈവദൂതൻ മറുപടി പറഞ്ഞു, നീ കൃപാവരപൂരിതയാണ് മേരി, പേടിക്കേണ്ട. ദൈവസന്നിധിയിൽ നീ പ്രീതി നേടിയിരിക്കുന്നു. നിന്റെ കന്യാത്വത്തിന്റെ കാര്യത്തിലും അവിടുന്ന് സംപ്രീതനാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവനെ നീ ഈശോ എന്നു പേർ വിളിക്കും. കാരണം യാക്കോബിനോടും ഇസ്രായേലിലെ എല്ലാ പിതാക്കന്മാരോടും പ്രവാചകരോടും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള രക്ഷകനാണവൻ. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ യഥാർത്ഥ പുത്രൻ അവനായിരിക്കും. കാരണം അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് ഗർഭസ്ഥിതനാകാൻ പോകുന്നത്. പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അവന്റെ പിതാവ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. യാക്കോബിൻ ഭവനത്തിന്മേൽ അവൻ എന്നും ഭരണം നടത്തും. അവന്റെ യഥാർത്ഥ ഭരണത്തിന് ഒരിക്കലും അവസാനമുണ്ടാകുകയില്ല. ഇപ്പോൾ ആ വാഗ്ദാനം നിറവേറ്റുന്നതിന് നിന്റെ അനുസരണയെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കാത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ മുന്നോടിയാകുവാനുള്ളവൻ ഇപ്പോൾ തന്നെ നിന്റെ ചാർച്ചക്കാരിയായ സഹോദരി എലിസബത്തിന്റെ ഗർഭത്തിലുണ്ട്. നീ സമ്മതിക്കുകയാണെങ്കിൽ
പരിശുദ്ധാരൂപി നിന്റെ മേൽ താണിറങ്ങും. അതിനാൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു പരിശുദ്ധനായിരിക്കും. ദൈവപുത്രൻ എന്ന യഥാർത്ഥ പേര് അവന്റേതായിരിക്കും. മേരി അപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസിയാണ്. അവിടുത്തെ വചനം പോലെ എന്നോട് ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ ദൈവത്തിന്റെ അരൂപി അവളുടെ മേൽ താണിറങ്ങി. ആദ്യത്തെ ആലിംഗനത്താൽ തന്റെ മണവാട്ടിയുടെ മേൽ അവന്റെ പ്രകാശം ചൊരിഞ്ഞു. ആ പ്രകാശം അവളുടെ പുണ്യങ്ങളെല്ലാം പരിപൂർണമായ മൗനം, എളിമ, വിവേകം, സ്നേഹം കൊണ്ട് അവൾ നിറഞ്ഞിരുന്നു. ഒന്നുകൂടെ അധികം പൂർണ്ണതയുള്ളതാക്കി. ദൈവിക ജ്ഞാനവുമായി അവൾ ഒന്നായി തീർന്നു. സ്നേഹത്തിൽ നിന്ന് അവളെ അകറ്റാൻ കഴിയാതായി തീർന്നു. അനുസരണവും ചാരിത്ര്യവുമുള്ള അവൾ അനുസരണയുടെ സമുദ്രമായ എന്നിൽ മുങ്ങിമറഞ്ഞു. അമ്മയാവുന്നതിന്റെ സന്തോഷം അവൾ അനുഭവിച്ചു. എന്നാൽ സ്പർശിക്കപ്പെടുന്നതിന്റെ അസ്വസ്ഥത അവൾക്കുണ്ടായില്ല. നിർമ്മലമായ മഞ്ഞുറഞ്ഞ് പുഷ്പമായതാണവൾ. അങ്ങനെ അവൾ സ്വയം ദൈവത്തിനർപ്പിച്ചു. എന്നിട്ട് അവളുടെ ഭർത്താവ് പത്രോസ് വിസ്മയത്താൽ സ്തബ്ധനായി ചോദിക്കുന്നു. ദൈവത്തിന്റെ മുദ്ര മേരിയുടെ അധരങ്ങളെ അടച്ചുപൂട്ടി. അവളുടെ ബന്ധുവായ സക്കറിയാസിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മാത്രമേ ഈ ശിശുവിനെ കുറിച്ച് ജോസഫ് മനസ്സിലാക്കിയുള്ളൂ. ആ സമയത്ത് അവൾ ഒരമ്മയായിരിക്കുന്നു എന്ന് ഭർത്താവിന്റെ കണ്ണുകൾക്ക് ദൃശ്യമായി. അപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ വേദനിച്ചു. അവൾ വേദനിച്ചു. അത് ഞാനായിരുന്നെങ്കിൽ. യോനായുടെ പുത്രനായ സൈമൺ, ജോസഫ് വിശുദ്ധനായിരുന്നു. തന്റെ ദാനങ്ങൾ എവിടെയാണ് നൽകേണ്ടതെന്ന് ദൈവത്തിനറിയാം. ജോസഫ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റക്കാരനായി വിധിക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് ആ അപവാദം ഏൽക്കുവാൻ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. വളരെ കൈപ്പേറിയ വേദന സഹിച്ചു. എന്നാൽ ദൂതൻ താണിറങ്ങി അവനോട് പറഞ്ഞു, മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് ഭയപ്പെടേണ്ട. കാരണം അവളിൽ രൂപം പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്താലാണ് അവൾ അമ്മയായി തീർന്നത്. പുത്രൻ ജനിച്ചു കഴിയുമ്പോൾ നീ അവനെ ഈശോ എന്ന് പേർ വിളിക്കണം. കാരണം രക്ഷകൻ. ജോസഫ് നല്ല പഠനമുള്ളവനായിരുന്നോ? ബർത്തലോമിയോ ചോദിക്കുന്നു. ദാവീദിന്റെ ഒരു പിന്തുടർച്ചക്കാരനെ പോലെയുള്ള പഠനമുണ്ടായിരുന്നു. എങ്കിൽ അവന് പ്രകാശം ഉടൻ ലഭിച്ചു കാണും. കാരണം ദാവീദിന്റെ പ്രവചനം, ഇവിടെ ഒരു കന്യക ഗർഭം ധരിക്കും എന്നുള്ളത് അവൻ ഓർമ്മിച്ചു കാണും. ശരി, അവനത് ലഭിച്ചു. പരീക്ഷണത്തിന്റെ പുറകെ വലിയ സന്തോഷവുമുണ്ടായി. ഞാനായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല. കാരണം ഓ കർത്താവേ, ഞാനല്ലാത്തത് എത്ര നന്നായി! അവളെ ഒരു പൂവിന്റെ തണ്ട് പോലെ പൊട്ടിച്ച് തകർത്ത് കളയുമായിരുന്നു. ഒന്ന് സംസാരിക്കാൻ അവൾക്ക് സമയം കൊടുക്കുക പോലും ചെയ്യാതെ കൊലപാതകം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീടുള്ള കാലമെല്ലാം എനിക്ക് അവളെ ഭയമാകുമായിരുന്നു. നൂറ്റാണ്ടുകളായി ഇസ്രായേലിന് ദൈവത്തിന്റെ കൂടാരത്തോടുണ്ടായിരുന്ന ഭയം. മോശയ്ക്കും ദൈവത്തെ ഭയമായിരുന്നു. എന്നാൽ ദൈവം മോശയെ സഹായിച്ചു. അങ്ങനെ മോശ പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ വസിച്ചു. അതിനാൽ ജോസഫ് തന്റെ മണവാട്ടിയുടെ വിശുദ്ധമായ വീട്ടിലേക്ക് പോയി. അവളുടെയും പിറന്നിട്ടില്ലാത്ത ശിശുവിന്റെയും ആവശ്യങ്ങൾ അന്വേഷിച്ച് നടത്തിക്കൊടുത്തു. എല്ലാവരെയും ബാധിക്കുന്ന രാജകൽപ്പന വന്നപ്പോൾ മേരിയെയും കൂട്ടി തന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് ജോസഫ് പോയി. എന്നാൽ ബെത്ലഹേം അവരെ നിരസിച്ചു. കാരണം ആളുകളുടെ ഹൃദയങ്ങൾ സ്നേഹത്തിനെതിരെ അടയ്ക്കപ്പെട്ടിരുന്നു. ഇനി നിങ്ങൾ തുടർന്ന് പറഞ്ഞുകൊള്ളുക. ഒരു ദിവസം സന്ധ്യയാകാറായിരുന്ന സമയത്ത് ഒരു ചെറിയ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന പുഞ്ചിരി തൂകുന്ന ഒരു യുവതിയെ ഞാൻ കണ്ടു. അവളുടെ കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ കുറച്ചു പാല് ചോദിച്ചു. സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ചോദിച്ചു. എനിക്കറിയാമായിരുന്നത് ഞാൻ പറഞ്ഞുകൊടുത്തു. രാത്രിയായി.
ഒരു വലിയ പ്രകാശം. ഞങ്ങൾ വെളിയിലിറങ്ങി. ആലയ്ക്ക് സമീപം ലേവി ഒരു ദേവദൂതനെ കണ്ടു. ദേവദൂതൻ പറഞ്ഞു, രക്ഷകൻ പിറന്നിരിക്കുന്നു. നല്ല പാതിരാസമയം. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. എന്നാൽ അവയുടെ പ്രഭ ദേവദൂതന്റെ പ്രകാശത്തിലും ആയിരക്കണക്കിന് പിറകെ പിറകെ വന്ന മാലാഖമാരുടെ പ്രകാശത്തിലും മങ്ങിപ്പോയിരുന്നു. അതോർത്ത് ഏലിയാസ് ഇപ്പോഴും കരയുകയാണ്. ദേവദൂതൻ ഞങ്ങളോട് പറഞ്ഞു, പോയി അവനെ ആരാധിക്കുക. അവൻ ഒരു ചെറിയ തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ 2 മൃഗങ്ങളുടെ ഇടയ്ക്കാണുള്ളത്. ദരിദ്രമായ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ശിശുവിനെ നിങ്ങൾ കാണും. ഓ, ഇത് പറഞ്ഞപ്പോൾ ദേവദൂതൻ എത്രയധികമായി പ്രഭ വിതറി. ലേവി, നീ ഓർക്കുന്നുണ്ടോ? ആ ദൂതൻ രക്ഷകനാണെന്ന് പറഞ്ഞപ്പോൾ തല കുനിച്ചതും കർത്താവായ ക്രിസ്തുവാണവൻ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ചിറകുകളിൽ നിന്ന് ജ്വാലകൾ പുറപ്പെട്ടതും. ഓ, ഞാൻ ഓർക്കുന്നു. ആയിരക്കണക്കിന് മാലാഖമാരുടെ സ്വരം, അവരുടെ സംഗീതം. ഓ, അത്യുന്നത സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അലൗകികമായ ആനന്ദത്തിൽ മുഴുകി കണ്ണീരൊഴുകി പ്രകാശിക്കുന്ന മുഖത്തോടെ ലേവി പറയുന്നു, ആ സംഗീതം ഇപ്പോഴും ഇവിടെ എന്റെ ഹൃദയത്തിലുണ്ട്. അത് ഞാൻ ശ്രവിക്കുമ്പോഴെല്ലാം എന്നെ അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി, ഐസക് പറയുന്നു. ചുമട്ടുമൃഗങ്ങളെപ്പോലെ സമ്മാനങ്ങളുമായി ഒരു വിവാഹത്തിന് പോകുന്നത് പോലെ ആഹ്ലാദത്തോടെ ഞങ്ങൾ പോയി. അവിടെ എത്തി നിന്റെ മൃദുവായ സ്വരവും നിന്റെ അമ്മയുടെ സ്വരവും കേട്ടപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ലാതായി പോയി. ഒന്ന് നോക്കാൻ ലേവിയെ ഉന്തി മുന്നോട്ട് വിട്ടു. അത്രയധികമായ പരിശുദ്ധിയുടെ മുമ്പിൽ ഞങ്ങൾ കുഷ്ഠരോഗികളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ലേവി ശ്രദ്ധിച്ചു. പുഞ്ചിരിയോടും കണ്ണീരോടും കൂടെ അവൻ കേട്ടതെല്ലാം ഞങ്ങളോട് പറഞ്ഞു. അവന്റെ സ്വരം ഒരാട്ടിൻകുഞ്ഞിന്റേതുപോലെയായിരുന്നു. അത് കേട്ടാൽ ഐസക്കിന്റെ ആട് കരയുന്നത് പോലെ. ജോസഫ് വാതിൽക്കലേക്ക് വന്ന് തങ്ങളെ അകത്തേക്ക് കൂട്ടി. ഓ, നീ എത്ര ചെറുതും എത്ര സുന്ദരനുമായിരുന്നു. മാംസനിറമുള്ള ഒരു റോസാപ്പൂമൊട്ട് പരുക്കൻ വൈക്കോലിന്മേൽ കിടക്കുന്നു. നീ കരയുകയായിരുന്നു. പിന്നെ നീ പുഞ്ചിരി തൂകി. ഞങ്ങൾ കൊണ്ടുവന്ന ആട്ടിൻ തോലിൽ കിടത്തിയപ്പോൾ സ്വൽപ്പം ചൂട് കിട്ടി. ഞങ്ങൾ കറന്നുകൊടുത്ത പാലും നീ കുടിച്ചു, നിന്റെ ആദ്യ ഭക്ഷണം. ഓ, എന്നിട്ട് ഞങ്ങൾ നിന്നെ ചുംബിച്ചു. ബദാമിന്റെയും മുല്ലപ്പൂവിന്റെയും സൗരഭ്യം നിനക്കുണ്ടായിരുന്നു. നിന്നെ വിട്ട് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ട് പിരിഞ്ഞിട്ടില്ല. അത് ശരിയാണ്, ജോനാഥാൻ പറയുന്നു. നിന്റെ മുഖവും നിന്റെ ശബ്ദവും നിന്റെ പുഞ്ചിരിയും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നീ വളരുകയായിരുന്നു. വളരും തോറും കൂടുതൽ കൂടുതൽ സുന്ദരനായിക്കൊണ്ടിരുന്നു. നല്ല ആളുകളെല്ലാം നിന്നിൽ ആനന്ദം കൊണ്ടിരുന്നു. ദുഷ്ടന്മാരുടെ ലോകം നിന്നെ കണ്ടില്ല. അന്ന, നിന്റെ ആദ്യത്തെ ചുവടുകൾ, ജ്ഞാനികളായ 3 പേർ, ആ നക്ഷത്രം. ഓ, എന്തൊരു പ്രകാശമായിരുന്നു. ആ രാത്രിയിൽ ലോകം മുഴുവൻ ആയിരക്കണക്കിന് ദീപങ്ങൾ കൊണ്ട് കത്തിജ്വലിക്കുന്നതായി തോന്നി. എന്നാൽ നിന്റെ ജനനത്തിന്റെ രാത്രിയിൽ പ്രകാശം മുത്തുപോലെ ധവളമായിരുന്നു. അവ ചലിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ നക്ഷത്രങ്ങൾ നൃത്തം ചെയ്യുന്നു. നക്ഷത്രങ്ങളിൽ ചിലത് ആരാധിക്കുന്നു. ഞങ്ങൾ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ആ സംഘം കടന്നു വരുന്നത് കണ്ടു. ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടി, അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ. പിറ്റേ ദിവസം ആ ജ്ഞാനികളായ മനുഷ്യരുടെ ആരാധന ബേത്ലഹേമിലുള്ള സകലരും കണ്ടു. അത് കഴിഞ്ഞോ? ഓ, ആ ഭീകരത നമുക്ക് ഉച്ചരിക്ക പോലും വേണ്ട. നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കേണ്ട. അതിന്റെ ഓർമ്മ തന്നെ ഏലിയാസിനെ വിവരണനാക്കുന്നു. ശരി, അത് പറയേണ്ട.
വിദ്വേഷത്തിന്മേൽ മൗനമാണ് വേണ്ടത്. ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന ഞങ്ങൾക്ക് നീ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതായിരുന്നു. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയാനും കഴിഞ്ഞില്ല. സക്കറിയാസിന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ. ഒരു പിടിയും ഞങ്ങൾക്ക് കിട്ടിയില്ല. കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം തരാതിരുന്നത്? എന്തുകൊണ്ടാണെന്നാണോ ഫിലിപ്പ് ചോദിക്കുന്നത്? കാരണം അതായിരുന്നു ഉചിതമായിട്ടുള്ളത്. ആ നാഴിക കഴിഞ്ഞാണ് സക്കറിയാസിന്റെ ആധ്യാത്മിക രൂപീകരണം പൂർത്തിയാകുന്നത്. സക്കറിയാസും രഹസ്യത്തിന്മേലുള്ള ആവരണം നീക്കിയില്ല. സക്കറിയാസ്, എന്നാൽ നീ ഞങ്ങളോട് പറഞ്ഞല്ലോ അയാൾ ഇടയന്മാരെ സംരക്ഷിച്ചെന്ന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അയാൾ അവരോടും പിന്നീട് നിന്നോടും പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം അന്വേഷിക്കേണ്ടി വന്നത്? സക്കറിയാസ് നീതിമാനായിരുന്ന മനുഷ്യനായിരുന്നു, പൂർണ്ണമായും മനുഷ്യൻ. 9 മാസം മൂകനായിരുന്ന കാലത്ത് വെറും മനുഷ്യൻ എന്നത് കുറഞ്ഞ് കൂടുതൽ നീതിമാൻ എന്ന നിലയിലേക്ക് ഉയർന്നു. ജോണിന്റെ ജനനം കഴിഞ്ഞുള്ള കാലങ്ങളിൽ അയാൾ കൂടുതൽ പുരോഗമിച്ചു. ദൈവത്തിൽ നിന്ന് വന്ന ആ നിരാകരണം സംസാരശക്തി നഷ്ടപ്പെട്ടത് അയാളുടെ അഹങ്കാരത്തിന്മേൽ കുറിക്കുകൊണ്ടു. അപ്പോൾ അയാൾ നീതിമാനായ അരൂപിയായി തീർന്നു. അയാൾ പറഞ്ഞു, ദൈവത്തിന്റെ പുരോഹിതനായ ഞാൻ പറയുന്നു, രക്ഷകൻ ബെത്ലഹേമിൽ ജീവിക്കണമെന്ന്. എന്നാൽ ദൈവം അയാളെ കാണിച്ചു കൊടുത്തു. മാനുഷികമായ തീരുമാനങ്ങൾ, അവ പുരോഹിതന്റേതായാലും ദൈവത്താൽ പ്രകാശിപ്പിക്കപ്പെട്ടതല്ലെങ്കിൽ, വളരെ മോശമായ തീരുമാനങ്ങളായിരിക്കും എന്ന്. എന്റെ വാക്കു നിമിത്തം ഈശോയുടെ വധത്തിന് ഞാൻ കാരണക്കാരനാകുമായിരുന്നു എന്ന ചിന്തയാൽ അയാൾ പേടിച്ചു വിറച്ചുപോയി. ആ ചിന്ത അയാളെ നീതിമാനായ മനുഷ്യനാക്കി. ഇപ്പോൾ പറുദീസായെ കാത്ത് അയാൾ വിശ്രമിക്കുന്നു. നീതി അയാളെ വിവേകവും സ്നേഹവും പഠിപ്പിച്ചു. ഇടയന്മാരോട് സ്നേഹം, ലോകത്തോട് വിവേകം. ക്രിസ്തു ലോകത്തിന് അജ്ഞാതനാകേണ്ടിയിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നസ്രത്തിലേക്കാണ് പോയത്. സക്കറിയാസിനെ നയിച്ച അതേ വിവേകത്താൽ ഞങ്ങൾ ഹെബ്രോണിനെയും ബെത്ലഹേമിനെയും ഒഴിവാക്കി കടൽ തീരം വഴി ഗലീലയിലേക്കാണ് പോയത്. എന്റെ പ്രായപൂർത്തി അംഗീകരിക്കപ്പെട്ട ദിവസം പോലും സക്കറിയാസിനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം അതേ ചടങ്ങിനായി തന്നെ തലേ ദിവസം പുത്രനോടുകൂടെ അയാൾ വന്നു പോയി കഴിഞ്ഞിരുന്നു. ദൈവം നോക്കിയിരുന്നു, ദൈവം പരീക്ഷിച്ചു, ദൈവം പരിപാലിച്ചു, ദൈവം പരിപൂർണനാക്കി. ദൈവത്തെ സ്വന്തമാക്കുക എന്നത് സന്തോഷം മാത്രമല്ല, നിയന്ത്രണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എന്റെ പിതാവ് സ്നേഹം നിമിത്തവും എന്റെ അമ്മ എന്റെ ആത്മാവും ശരീരവും നിമിത്തവും അനേകം വിലക്കുകൾക്കും സഹനങ്ങൾക്കും വിധേയരായി. കാരണം ശിശുവായ മിശിഹായുടെ രഹസ്യത്തിന്മേൽ ഒരു നിഴൽ എപ്പോഴും ചൂടി നിൽക്കണമായിരുന്നു. 3 ദിവസത്തേക്ക് എന്നെ കാണാതെ പോയല്ലോ. അന്നേരമുണ്ടായ ആകുലതയ്ക്ക് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കാത്തവർക്ക് ആ രഹസ്യം, മിശിഹായുടെ രഹസ്യം, കാര്യം വ്യക്തമാക്കി കൊടുക്കും. ആ 2 കാരണങ്ങൾ ഇവയാണ്: നഷ്ടപ്പെട്ട കുട്ടിയോട് അമ്മയ്ക്കുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം, സമയത്തിനു മുമ്പ് മിശിഹ വെളിപ്പെടുത്തപ്പെട്ടു പോകുമോ എന്നുള്ള രക്ഷകർത്താക്കളുടെ ഭയം, ലോകത്തിന്റെ ആരോഗ്യമായവനെ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനത്തെ വേണ്ട പോലെ കാത്തു സൂക്ഷിച്ചില്ലല്ലോ എന്നോർത്തുള്ള കഠിനമായ ഭയം. അത് നിമിത്തമാണ് പതിവില്ലാതെ ഈ വിലാപം അമ്മയിൽ നിന്നുണ്ടായത്. മകനെ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നിന്റെ പിതാവും ഞാനും എത്ര ആകുലരായി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് നോക്കിക്കേ. നിന്റെ പിതാവ്, നിന്റെ മാതാവ്, അവരെ ദൈവത്തിന്റെ മഹത്വത്തിന്മേൽ ഈ ആവരണം വയ്ക്കപ്പെട്ടിരുന്നു. അവരെ ധൈര്യപ്പെടുത്തിയ മറുപടി: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്?
എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ ഉത്സാഹത്തോടെ വ്യാപൃതനായിരിക്കേണ്ടതാണ് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നോ? കൃപ നിറഞ്ഞവൾ സ്വീകരിച്ച ഈ മറുപടി അതിന്റെ അർത്ഥം എന്തായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അതായത്, പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ ചെറുതാണ്, ഒരു കുട്ടിയാണ്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ എന്റെ മനുഷ്യ സ്വഭാവത്തിൽ ഉയരത്തിലും ജ്ഞാനത്തിലും കൃപയിലും ഞാൻ വളർന്നു വരുന്നെങ്കിൽ ഞാൻ പൂർണ്ണതയുള്ളവനുമാണ്. കാരണം ഞാൻ പിതാവായ ദൈവത്തിന്റെ പുത്രനാണ്. അതിനാൽ ഏറ്റവും പരിപൂർണതയോടെ പെരുമാറാൻ എനിക്കറിയാം. പിതാവിനെ ഞാൻ ശുശ്രൂഷിക്കുന്നു. പിതാവിന്റെ പ്രകാശം എന്നിലൂടെ പ്രസരിക്കും. രക്ഷകനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും പിതാവിന് സേവനം ചെയ്യുന്നു. ഇതാണ് 1 വർഷം മുമ്പ് വരെ ഞാൻ ചെയ്തത്. ഇപ്പോൾ സമയമായിരിക്കുന്നു. ആവരണങ്ങൾ നീക്കപ്പെടുന്നു. ജോസഫിന്റെ മകൻ അവന്റെ യഥാർത്ഥ സ്വഭാവം സ്വയം വെളിവാക്കുന്നു. സദ്വാർത്തയുടെ മിശിഹ, രക്ഷകൻ, വീണ്ടെടുക്കുന്നവൻ, ഭാവി യുഗങ്ങളുടെ രാജാവ്. എന്നിട്ട് ജോണിനെ നീ പിന്നീടൊരിക്കലും കണ്ടിട്ടില്ലേ? എന്റെ പ്രിയ ജോൺ, ഞാൻ മാമോദീസ ആവശ്യപ്പെട്ട് യോർദാനിൽ ചെന്നപ്പോൾ മാത്രം. അപ്പോൾ ഇടയന്മാരെ സക്കറിയാ സഹായിച്ച കാര്യം നീ അറിഞ്ഞില്ല അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിർമ്മലമായവരുടെ രക്തം ചീന്തൽ കഴിഞ്ഞപ്പോൾ നീതിമാന്മാർ വിശുദ്ധരായി തീർന്നു. ആളുകൾ നീതിമാന്മാരായി തീർന്നു. പിശാചുക്കൾക്ക് മാത്രം വ്യത്യാസമൊന്നും വന്നില്ല. അവരെന്തായിരുന്നോ അതുപോലെ തന്നെ ഇരുന്നു. എളിമ, സ്നേഹം, വിവേകം, മൗനം ഇവയിലൂടെ സ്വയം വിശുദ്ധീകരിക്കാൻ സക്കറിയാസ് പഠിച്ചു. ഇതെല്ലാം ഓർത്തിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്നെക്കൊണ്ട് കഴിയുമോ? പത്രോസ് പറയുന്നു. പത്രോസേ, ഒട്ടും വിഷമിക്കേണ്ട. നാളെ ഞാൻ ഇടയന്മാരോട് പറയാം ഇതെല്ലാം ആവർത്തിച്ച് എന്നോട് പറയാൻ. ഫലവൃക്ഷത്തോട്ടത്തിൽ വെച്ച് 1 അല്ല 2 അല്ല, ആവശ്യം വന്നാൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാൻ ആവശ്യപ്പെടാം. എന്റെ ഓർമ്മ നല്ലതാണ്. ചുങ്കം പിരിക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരുന്നപ്പോൾ എനിക്ക് നല്ല അഭ്യാസം കിട്ടി. എല്ലാവരുടെയും പേർക്ക് ഞാൻ ഓർത്തിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരാം. കഫർനാമിൽ വച്ച് ഞാൻ കുറിച്ചു വയ്ക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഓ, ഒരു ദിദ്രാക്കുമ പോലും നീ തെറ്റിച്ചിട്ടില്ല. ഞാൻ ഓർക്കുന്നു. നല്ല കാര്യം. ഈ വിവരങ്ങളെല്ലാം നീ ഓർത്തിരിക്കുന്നെങ്കിൽ നിന്റെ കഴിഞ്ഞകാല ചെയ്തികളെല്ലാം ഞാൻ പൊറുക്കാം. നീ പല പ്രാവശ്യം ഇത് ആവർത്തിച്ച് എന്നോട് പറയുമെങ്കിൽ അവർക്കുള്ളതുപോലെ ഇവ എന്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യോനായ്ക്കുണ്ടായിരുന്നതുപോലെ. ഓ, അവന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുക. ഈശോ പത്രോസിനെ നോക്കുകയും പുഞ്ചിരി തൂകുകയും ചെയ്യുന്നു. അനന്തരം എഴുന്നേറ്റ് പത്രോസിന്റെ നരച്ചു തുടങ്ങിയ മുടിയെ ചുംബിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുരുവേ ആ ചുംബനം നൽകുന്നത്? കാരണം നീ ഒരു പ്രവചനം നടത്തുകയായിരുന്നു. എന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നീ മരിക്കും. നിന്നിൽ സംസാരിച്ച അരൂപിയെയാണ് ഞാൻ ചുംബിച്ചത്. അനന്തരം ഈശോ ഒരു സ്തുതിഗീതം ഉച്ചത്തിൽ പാടാൻ തുടങ്ങുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയോട് ചേർന്ന് പാടുന്നു. എഴുന്നേറ്റ് നിന്ന് നിന്റെ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. ആദിമുതൽ എന്നേക്കും അവന്റെ അതിശ്രേഷ്ഠവും വിശുദ്ധവുമായ നാമത്തെ എല്ലാ സ്തുതികളും കൊണ്ട് വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഏക കർത്താവ് നീ മാത്രമാകുന്നു. സ്വർഗവും സ്വർഗാതിസ്വർഗങ്ങളും നീ സൃഷ്ടിച്ചു. അവയിലുള്ള സമസ്തവും ഭൂമിയും അതിലെ വസ്തുക്കളും നീയാണ് സൃഷ്ടിച്ചത്. ആളുകളുടെ കാഴ്ചവയ്പ് തിരുനാളിന് ലേവായർ പാടുന്ന ഒരു സ്തുതിപ്പാണത്. എസ്രാ 2 അധ്യായം 9. ആ ദീർഘമായ സ്തുതിപ്പോടുകൂടെ ദർശനം അവസാനിക്കുന്നു. പഴയ ഒരു മുറയാണോ അത്, അതോ ഈശോ സ്വയം ചെയ്തതാണോ എന്നെനിക്ക് നിശ്ചയമില്ല.